പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി ARO ആർമി റിക്രൂട്ടിംഗ് ഓഫീസിലേക്കുള്ള ഡ്രൈവർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾ അവസാനം വരെയും കാണുക. ഇതൊരു നല്ല അവസരം തന്നെയാണ്. ഏകദേശം സാലറി 60,000-നും ആ ഒരു റേഞ്ചിലൊക്കെ സാലറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയി കഴിഞ്ഞു. 10ാം ക്ലാസ് മുതലാണ് യോഗ്യത പറയുന്നത്. 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഏജ് ലിമിറ്റിൽ ഇടയ്ക്കുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഒരു പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സ്ട്രേറ്റ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ മോട്ടോർ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ്. ഇതിന്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. വിത്ത് അലവൻസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നോക്കിയാൽ ഇതിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് 10ാം ക്ലാസ് മിനിമം പാസ്സായിരിക്കണം. അൺറിസർവ്ഡ് കാൻഡിഡേറ്റിനാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ഉള്ളത്. ഏജ് ലിമിറ്റ് 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ്. അതുപോലെ തന്നെ SC ST OBC കാൻഡിഡേറ്റ്സിന് ഒരു തരത്തിലുള്ള റിലാക്സേഷൻസും പറഞ്ഞിട്ടില്ല. 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവരായിരിക്കണം പെർഫെക്റ്റ് ആയിട്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ റിട്ടൺ ടെസ്റ്റ്, മൂന്നാമതായിട്ട് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലെ പ്രധാന കാര്യങ്ങളാണ് വെരിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് ആന്റിസിഡന്റ്, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും നടത്തുന്നതായിരിക്കും. ഈ 4 സ്റ്റെപ്പുകളും ഈ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു A4 ഷീറ്റിൽ എഴുതി അപേക്ഷിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കാം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതെല്ലാം കോപ്പീസ് ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അതിന്റെ എല്ലാ കോപ്പീസ് ആയിരിക്കണം, ഒറിജിനൽ അല്ല അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സ്, ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കോപ്പി, അതുപോലെ പറഞ്ഞിട്ടുള്ള I വരെയുള്ള ഇത്രയും ഐറ്റംസിന്റെ കോപ്പിയാണ് നിങ്ങൾ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഇത് അയക്കേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ചെന്നൈയിലുള്ള ഒരു അഡ്രസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബോൾഡ് ആക്കി അവർ കാണിച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ഇതിന്റെ കൂടെ 25 രൂപയുടെ ഒരു പോസ്റ്റൽ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വെച്ച് കൊടുക്കണം. അതായത് നിങ്ങൾ 25 രൂപയുടെ പോസ്റ്റ് വാങ്ങിച്ചാൽ മതിയാകും. അത് 25 രൂപയുടെ പോസ്റ്റ് വാങ്ങിച്ചിട്ട് 2 അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ സ്ഥലം, അതായത് ഫുൾ അഡ്രസ്സ് കൊടുക്കുക. ശേഷമായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഫോൺ നമ്പറും കൂടെ ഒന്ന് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ 25 രൂപയുടെ സ്റ്റാമ്പ് എൻവലപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫുൾ ആയിട്ട് അയക്കേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ചെന്നൈയിലുള്ള ഈ ഒരു അഡ്രസ്സിലേക്കാണ് വിത്ത് പിൻകോഡ് നിങ്ങൾ അയക്കുക. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ അയക്കുമ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റഡ് ആയിട്ട് എഴുതേണ്ട, അതായത് വലിയ അക്ഷരത്തിൽ എഴുതേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സിവിൽ മോട്ടോർ ഡ്രൈവർ എന്ന് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതേണ്ടതാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. ഇതും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിന്റെ ഈ ഒരു പ്രിന്റ് ഔട്ടും നിങ്ങൾ ആപ്ലിക്കേഷന്റെ കൂടെ ചേർത്ത് വിടേണ്ടതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.